ഫാസിൽ മുഹമ്മദ് രചനയും സംവിധാനവും നിർവഹിച്ച ഫെമിനിറ്റി ഫാത്തിമ ഒക്ടോബർ 10 തിയേറ്ററുകളിലെത്തും. ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്കിടെ നടൻ സണ്ണി വെയിൻ നടത്തിയ പ്രതികരണം ഏറെ ശ്രദ്ധ നേടുകയാണ്. ഫാസിൽ മുഹമ്മദ് രചനയും സംവിധാനവും നിർമ്മിച്ച ഫെമിനിറ്റി ഫാത്തിമ ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത്. IFFKക്ക് പേരെടുത്ത ഈ സിനിമ ധാരാളം നിരൂപക പ്രശംസയും ഏറ്റുവാങ്ങിയിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്കിടയിൽ നടൻ സണ്ണി വെയിൻ നടത്തിയ പ്രതികരണം ഏറെ ശ്രദ്ധ നേടുകയാണ്. പെട്ടിയിൽ ഒതുങ്ങിപ്പോകേണ്ട ഒരു സിനിമ വേഫറർ വന്നതോടെ വീണ്ടും വെളിച്ചം കാണുകയായിരുന്നുവെന്ന് സണ്ണി വെയിൻ പറയുന്നു. AAFD സിനിമാസുമായി സഹകരിച്ച് സുദേശ് കരയെയും തമർ കെവിയും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രം അവതരിപ്പിക്കുന്നത് തമറാണ്. ഇതിനോടകം തന്നെ പ്രശസ്ത ചലച്ചിത്ര മേളകളിൽ വലിയ നിരൂപക പ്രശംസയാണ് ചിത്രം നേടിയെടുത്തത്. IFFKക്ക് ഏറെ ശ്രദ്ധ നേടിയ സിനിമയായിരുന്നു ഫെമിനിറ്റി ഫാത്തിമ. പെട്ടിയിൽ ഒതുങ്ങിപ്പോകേണ്ടിയിരുന്ന സിനിമയെ ഡയറക്ടറാണ് വേഫറർ ടീമിനടുത്ത് എത്തിച്ചതെന്നും പടം കണ്ട ശേഷം വീണ്ടും സിനിമയെ വെളിച്ചം കാണണമെന്ന ആഗ്രഹം ഉണ്ടാവുകയായിരുന്നുവെന്നും സണ്ണി വെയിൻ പറയുന്നു. IFFK FIPRESCI മികച്ച അന്താരാഷ്ട്ര ചിത്രം, NETPAC മികച്ച മലയാള ചിത്രം, സ്പെഷ്യൽ ജൂറി അന്താരാഷ്ട്ര ചിത്രം, ഓഡിയൻസ് പോൾ അവാർഡ്, IFFK FFSI KR മോഹനൻ അവാർഡ്, BIFFലെ ഏഷ്യൻ മത്സരത്തിൽ പ്രത്യേക ജൂറി പരാമർശം, ബിഷ്കേക്ക് ഫിലിം ഫെസ്റ്റിവൽ കിർഗിസ്ഥാനിലെ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ്, FIPRESCI ഇന്ത്യ 2024 മികച്ച രണ്ടാമത്തെ ചിത്രം, 2024 കേരള മികച്ച ചിത്രത്തിനും മികച്ച രണ്ടാമത്തെ നായികയ്ക്കുള്ള ക്രിട്ടിക് അവാർഡ്, മികച്ച സംവിധായകനും മികച്ച തിരക്കഥയ്ക്കുമുള്ള പത്മരാജൻ അവാർഡ്, മികച്ച ചിത്രത്തിനും മികച്ച രണ്ടാമത്തെ നടനുമുള്ള JC ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡ്, മികച്ച നടിക്കും മികച്ച തിരക്കഥയ്ക്കുമുള്ള പ്രേം നസീർ ഫൗണ്ടേഷൻ അവാർഡ്, മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള സത്യജിത് റായ് ഫിലിം സൊസൈറ്റി അവാർഡ്, ഇന്തോ ജർമ്മൻ ഫിലിം ഫെസ്റ്റിവലിൽ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ്, മെൽബൺ ഫിലിം ഫെസ്റ്റിവൽ തിരഞ്ഞെടുപ്പ് എന്നിവയുൾപ്പെടെ ഒട്ടേറെ അംഗീകാരങ്ങളും വേദികളുമാണ് ചിത്രത്തിന് ഇതിനോടകം തന്നെ ലഭിച്ചത്. സംവിധായകൻ ഫാസിൽ മുഹമ്മദ് തന്നെയാണ് ചിത്രം എഡിറ്റ് ചെയ്തിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.